പ്രിയമുള്ളവരെ, മർക്കോസിൻ്റെ സുവിശേഷ പ്രകാരം കർത്താവിൻ്റെ രൂപാന്തരീകരണം കഴിയുമ്പോൾ 2 ചോദ്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് രൂപാന്തരീകരണം സമാപിക്കുന്നത്. അതിലൊരു ചോദ്യം ഈശോ ചോദിക്കുന്ന ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം അപ്പോസ്തലന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ 2 ചോദ്യത്തിനും ഉത്തരം കാണാതെ ഒരു വ്യക്തിക്ക് രൂപാന്തരമല കയറുവാൻ, ആധ്യാത്മിക വളർച്ച നേടുവാൻ പ്രയാസമായിരിക്കും. നമ്മൾ നോൻപ് കാലത്തിലാണ്. നോൻപ് കാലത്തിൻ്റെ ഉദ്ദേശം തന്നെ രൂപാന്തരീകരണമാണ്. രൂപാന്തരീകരണമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് കർത്താവിനുണ്ടായ പോലെ ഒരു ആത്മീയ തിളക്കം, ഈ തിളക്കത്തിൻ്റെ കാലമാണ്. ട്രാൻസ്ഫിഗറേഷൻ ഒരു തിളങ്ങലാണ്. ദൈവത്വം, നമ്മളിലുള്ള ദൈവത്വം തിളങ്ങലേ, ഇത് എപ്പോഴെങ്കിലും സംഭവിക്കേണ്ട ഒരു വിഷയം എന്നതിനേക്കാളുപരി ഒരു വിശ്വാസിക്ക് എപ്പോഴും സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ഈ തിളക്കം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അഭിഷേകത്തോടുകൂടി ഞങ്ങളായിരിക്കാൻ കർത്താവേ കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. ഒന്നാമത്തെ ചോദ്യം അപ്പോസ്തലന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യം, അതായത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. ചോദ്യം എന്തിനെക്കുറിച്ചാണ്? ഞങ്ങൾ വിശ്വാസിയായി തുടരുന്നു, ഞാൻ നിൻ്റെ ശുശ്രൂഷകനായി തുടരുന്നു, ശുശ്രൂഷകയായി തുടരുന്നു. ബട്ട് എന്തുകൊണ്ടാണ് എനിക്ക് അത് സാധിക്കാതെ വന്നത്? അതാണ് ചോദ്യം. ഏത് സാധിക്കാതെ വന്നത്? ഈ രൂപാന്തരീകരണ മലയുടെ താഴ്വരയിൽ ദൈവം ഒരാളെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണ്? ഒരു പിശാച് ബാധിതൻ. അത് ഫോർമേഷൻ്റെ ഭാഗമാണ്. ക്രിസ്തീയ വളർച്ചയിൽ എപ്പോഴും പൈശാചികമായ ചാലഞ്ച്, വെല്ലുവിളികൾ നമ്മുടെ ഫോർമേഷൻ്റെ ഭാഗമാണ്, സിലബസിൻ്റെ ഭാഗമാണ്. ദൈവിക സിലബസാണത്. കാരണം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കാത്തതിൽ നമുക്കറിയാം. പിന്നെ പിശാച് വന്നത് മാത്രം ദൈവം അറിഞ്ഞില്ലെന്ന് പറയുന്നത് നോൺസെൻസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പിശാച് ബാധിതൻ ഇവർ മലയിറങ്ങി വരുമ്പോൾ ആരൊക്കെയാണ് മലയിറങ്ങി വന്നത്? ആരൊക്കെയാണ് രൂപാന്തരീകരണ മലയിൽ കയറിയത്? അതായത് യോഹന്നാൻ, പത്രോസ്, യാക്കോബ്, ഈശോയും. രൂപാന്തരീകരണ മലയുടെ ഉച്ചിയിൽ എന്താണ് സംഭവിച്ചത്? കർത്താവ് അവൻ്റെ ദിവ്യത്വത്തിൽ പ്രകാശമാനമായി ദൈവിക പരിവേഷത്തോടുകൂടി കാണപ്പെട്ടു. അപ്പോസ്തലന്മാർക്ക് അത് വലിയൊരു കോൺഷ്യസ് കൊടുത്ത്, ഒരുപക്ഷെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ കോൺഷ്യസ് അവർ രൂപപ്പെട്ടു വരുന്നത് അവിടെയാണ്. അതാണ് യേശു മനുഷ്യനേ അല്ല, മനുഷ്യനായി ആകൃതിയിൽ കാണപ്പെടുന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ചാണ് പിന്നീട് അവൻ മനുഷ്യനായി ആകൃതിയിൽ കാണപ്പെട്ടു എന്ന് പറയണത്. സെൻറ്റ് പോൾ ഫിലിപ്പിയൻസ് 4:6 പറയുന്നില്ലേ, മനുഷ്യരൂപത്തിൽ അവൻ, മനുഷ്യപ്രകൃതിയിൽ അവൻ കാണപ്പെട്ടു. അതൊരു കാണപ്പെടലാണ്. നമ്മുടെ കണ്ണിന് ഗോചരമാകാൻ വേണ്ടി നമുക്ക് യോഹന്നാൻ 1:1 പറയണ പോലെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി
കൈകൊണ്ട് തൊടാൻ വേണ്ടി, സ്പർശിക്കാൻ വേണ്ടി ദൈവം ഒന്ന് ടാഞ്ചിബിളായതാണ് മനുഷ്യാവതാരത്തിലൂടെ. ഇത് കാണപ്പെടലാം. പക്ഷെ അത് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടുവെങ്കിലും അവൻ ദൈവമാണ്. അതാണ് ക്രിസ്ത്യൻ കോൺഷ്യസിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ കോൺഷ്യസ് യേശു ദൈവമാണെന്നുള്ള കോൺഷ്യസ് കുറഞ്ഞു പോകുന്ന അനുസരിച്ച് കൊണ്ട് വികലമായ പഠനങ്ങളുണ്ടാവും. യേശു ദൈവമാണെന്നുള്ള യേശുവിൻ്റെ ഡിവിനിറ്റി നിഷേധിച്ച് കളഞ്ഞാൽ തീർച്ചയായിട്ടും വികലമായി. ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ വികല പഠനങ്ങളും പ്രഭോ നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി, അത് ശത്രുവിൻ്റെ പണിയാണ്. യേശുവിൻ്റെ ഡിവിനിറ്റി, ദൈവികത ഉദ്ഘോഷിക്കുന്ന സമയങ്ങളിലെല്ലാം ശത്രു ഇങ്ങനെ പാത്തും പതുങ്ങിയും അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലെ ആധ്യാത്മികതയുടെ കഴിവുകേടുകളെ പൊക്കിപ്പിടിക്കാൻ വേണ്ടി വരും. ആധ്യാത്മികതയുടെ കഴിവുകേടുകളെ പൊക്കിപ്പിടിക്കാൻ വേണ്ടി വരും. അപ്പോൾ യേശു പറഞ്ഞു, ആധ്യാത്മികതയ്ക്ക് എന്തെങ്കിലും കഴിവുകേടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെയോ ബൈബിളിൻ്റെയോ വിഷയമല്ല. ആധ്യാത്മികത ആര് ബെയർ ചെയ്യുന്നോ, ആരാണ് ആ ആധ്യാത്മിക ഹോൾഡ് ചെയ്യണത്, അവരുടെ പരിമിതികളാണെന്ന് പറഞ്ഞു. ഞാനീ പറഞ്ഞത് ഒറ്റ വാക്കിൽ അപ്പോസ്തലന്മാർ ചോദിച്ചത് എന്താണെന്നറിയാവോ? മർക്കോസിൻ്റെ സുവിശേഷം 9:27, 28, 29. മർക്കോസിൻ്റെ സുവിശേഷം. അതായത് ഒരു പിശാച് ബാധിതൻ ഈ താബോറിന് താഴ്വാരങ്ങളിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ താബോറിൻ്റെ ഈ രൂപാന്തരീകരണത്തിൻ്റെ ദൈവികതയുടെ താഴ്വാരങ്ങളിൽ എപ്പോഴും പിശാചിൻ്റെ ഒരു സാന്നിധ്യം വരും. അവൻ കാത്തു നിന്നിട്ട് പറയണത്, അവൻ ആരെങ്കിലും കുറവുള്ളവരെ അവൻ വശത്താക്കിയിട്ട് അവരിലൂടെ ആധ്യാത്മികതയുടെ കഴിവുകേടുകളെ ജനറലൈസ് ചെയ്യും. പൊതുവായിട്ടാണ് ഇത് എന്ന് പറയും. കാര്യം ഈ പിശാച് ബാധിനെ സുഖപ്പെടുത്താൻ താഴെ നിന്നിരുന്ന യൂദാസ്, അന്ത്രയോസ്, അതുപോലെ തന്നെ തോമസ്, അതുപോലെ തന്നെ കുറേ അപ്പോസ്തലന്മാരുണ്ട്. ഇവർക്ക് ആർക്കും കഴിഞ്ഞില്ല. അത് നിസ്സാര കാര്യമല്ല. അപ്പോൾ അവരുടെ കഴിവുകേടുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആധ്യാത്മികതയുടെ സത്യാവസ്ഥകളെ വില കുറച്ച് കാണിക്കാനുള്ള ഒരു തന്ത്രം താബോറിൻ്റെ താഴ്വരയിൽ നടക്കുന്ന ഒരു തന്ത്രമാണ്. ഈ തന്ത്രം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ, യേശു ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളുയർത്തിക്കൊണ്ട് സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി യേശുവേ ആരാധിക്കുക. കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്പർശിക്കണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അതാ മർക്കോസിൻ്റെ 9:28. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പിശാച് ബാധിതനെ സുഖപ്പെടുത്താൻ കഴിയാതെ ഇരുന്നത്? അത് കഴിവുകേട്. ഈ കഴിവുകേട് എങ്ങനെ ഞങ്ങൾക്കുണ്ടായി? കാര്യം ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു കഴിവാണ്. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു കഴിവാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയ കഴിവുകേടായിട്ട് മാറുകയും ചെയ്യും. അതാണ് മർക്കോസിൻ്റെ 9:28. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പിശാച് ബാധനെ ഒഴിപ്പിക്കാൻ കഴിയാതെ പോയത്? ഞങ്ങൾക്ക് എങ്ങനെ ഈ കഴിവ് കേട് വന്നു? അപ്പോൾ ഈശോ പറയുന്ന ഉത്തരമുണ്ട്. എന്താണ്? പ്രാർത്ഥന കൊണ്ടല്ലാതെ വിഭക്തകളെ ബഹിഷ്കരിക്കുവാൻ പ്രയാസമാണ്. അപ്പോൾ കഴിവുണ്ടാക്കണത് എങ്ങനെയാണ്? നിങ്ങൾക്ക് കഴിഞ്ഞില്ല. നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി വന്നില്ല. അതുകൊണ്ട് പിശാച് തന്നെ ഇപ്പോഴും ഭരിക്കുന്നു. യേശു പോലും അപമാനിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ്? അപ്പോൾ ഈശോ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഇവറ്റകളെ ബഹിഷ്കരിക്കുക പ്രയാസമാണ്. മർക്കോസ് 9:29. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റിനി സണ്ണി. ഞാൻ ഖത്തർ ദോഹയിൽ നിന്നും വരുന്നു. അമ്മയുടെ കൃപാസന ഉടമ്പടി വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പ്രാവശ്യം ഇവിടെ വന്നത്.
2023 മെയ് മാസം 30-ാം തീയതി ഞാനിവിടെ വരികയും എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത്, ജ്യോതി. അവൾ പറഞ്ഞത് വഴി ഞാനിവിടെ വന്ന് കൃപാസന ഉടമ്പടി എടുക്കുകയും കൃപാസന ഉടമ്പടിയിലൂടെ 6 നിയോഗങ്ങൾ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എൻ്റെ 6 കാര്യങ്ങളും അമ്മ മാതാവ് സാധിച്ചു തന്നതിന് നന്ദി പറയുന്നതിനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എൻ്റെ 9ാമത്തെ ഉടമ്പടിയുടെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് ഞങ്ങൾക്ക് ഭവനമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഭവനം പണിയുമെന്ന് 2003 മുതലിങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പല സ്ഥലത്ത് ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചിട്ടു. സ്ഥലത്തിൻ്റെ വെഞ്ചരിപ്പിന് വേണ്ടി അച്ഛൻ വരുമ്പം അച്ഛൻ വന്ന് പറഞ്ഞ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സണ്ണി എന്നാണ്. സണ്ണി, ദൈവം നിനക്കൊരു നല്ല സ്ഥലം തരും, അവിടെ നീ വീട് വയ്ക്കും. ഇപ്പം നീ ഇവിടെ വീട് വെച്ചാലും നീ അവിടെ താമസിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞ ആ വാചനത്തെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ കാത്തിരുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. അങ്ങനെ 2020 എൻ്റെ ഹസ്ബൻഡിന് ഒരു സ്ഥലം കിട്ടി. അങ്ങനെ ആ സ്ഥലത്ത് വീട് പണിയുന്നതിന് വേണ്ടി ഞങ്ങൾ പൈസ എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് സ്വരൂപിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഇതിൻ്റെ ഇടയ്ക്ക് 2020 കൊറോണയുടെ ആരംഭത്തിന് ഹസ്ബൻഡ് ഒരു കൂട്ടുകാരൻ വന്ന് അർജൻറ്റായിട്ട് ഒരു 50 ലക്ഷം രൂപ വേണം. കാരണം ഞങ്ങളുടെ ഖത്തറിൽ ആരെങ്കിലുമൊക്കെ ഈ ചെക്ക് ബാങ്കുകളിൽ കൊടുത്തിട്ട് അത് റീഫണ്ട് ചെയ്താൽ അവരെ ജയിലിൽ പിടിച്ചിടും. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വളരെ വിഷമത്തോടുകൂടി സങ്കടത്തോടുകൂടി പറഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് ആ ചെക്കിൻ്റെ തുകയായ ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പം പുള്ളി പറഞ്ഞാൽ ഞാൻ എത്രയും വേഗം തന്നെ തിരിച്ചു തരാമെന്ന്. അങ്ങനെ 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു. 2023 മെയ് ആയിട്ട് ഞങ്ങൾക്ക് ഈ പൈസ തിരിച്ചു തരുന്നുമില്ല. അതിൻ്റെ പേരിൽ ഞാനെപ്പോഴും ഇങ്ങനെ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തുമായിരുന്നു. കാരണം ഇത്രയും വലിയ എമൗണ്ടൊക്കെ നമ്മൾ ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ കൊടുത്തത് തന്നെ നമ്മുടെ മോശം, ഇനി അത് തിരിച്ച് കിട്ടാമെന്നും എനിക്കൊരു പ്രതീക്ഷയില്ലെന്ന് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു സഹായം ചെയ്യാതെ ഇനി ആ പുള്ളിക്കാരൻ വല്ല ആത്മഹത്യയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അത് നമുക്കിനി നമ്മുടെ ജീവിതകാലം മുഴുവനും അതൊരു വിഷമമായിട്ടിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. എനിവേ ഞാനിവിടെ വന്ന് നിയോഗം എടുത്തപ്പോൾ ആദ്യത്തെ ഉടമ്പടിയുടെ നിയോഗമായിട്ട് വെച്ച ഈശോയെ ആ പൈസ അമ്മ മാതാവ് എനിക്ക് വാങ്ങിച്ചു തരണമെന്നായിരുന്നു. അമ്മ മാതാവിൻ്റെ കൃപയാൽ 2024 ഡിസംബർ മാസമായപ്പോൾ ഞങ്ങൾക്ക് മുഴുവൻ പൈസയും അമ്മ മാതാവ് വാങ്ങിച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. 2ാമതായിട്ട് ഞാൻ വെച്ച നിയോഗം ഞങ്ങളുടെ വീട് പണിയുമായി ബന്ധപ്പെട്ടായിരുന്നു. ദൈവകൃപയാൽ ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി എൻ്റെ ഒരു കൂട്ടുകാരി തന്ന ഉപ്പിട്ട് ഞാൻ വീട് പണിയാനുള്ള സ്ഥലത്തിന് ചുറ്റും ഇങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം 9 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് വീട് പണി തുടങ്ങുകയും വളരെ മനോഹരമായിട്ട് ഒരു ഭവനം പണി പൂർത്തിയാക്കുവാനും ദൈവകൃപയാൽ ഈ 2024 ഡിസംബർ 25-ാം തീയതി പരവാസ്തുബലി നടത്തുവാനും അമ്മ മാതാവ് എന്നെ സഹായിച്ചു. 3ാമതായിട്ട് 2010 ഞങ്ങളൊരു സ്ഥലം വാങ്ങിക്കാനായിട്ട് ഒരു 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തായിരുന്നു. ഞങ്ങൾ സ്ഥലം കാണാതെ പറഞ്ഞു കേട്ടുള്ള നല്ല സ്ഥലമാണെന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ കൊടുത്തത്. തിരിച്ച് ഞങ്ങൾ ലീവിന് വെക്കേഷന് 2011 വന്ന ആ സ്ഥലം കണ്ടപ്പം ഞങ്ങൾക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞങ്ങൾ അതിൻ്റെ ഓണറിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് സ്ഥലം വേണ്ട, ഞങ്ങൾ തന്ന പൈസ ഞങ്ങൾക്ക് തിരിച്ച് തന്നാൽ മതി, നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ അഡ്വാൻസ് നിങ്ങൾ പിടിച്ചിട്ട് ബാലൻസ് പൈസ തരാൻ പറഞ്ഞു. അങ്ങനെ 2010 പൈസ 2023 ആയിട്ട് ഞങ്ങൾക്ക് ആ പൈസ ഒരു പൈസ പോലും തിരിച്ച് കിട്ടിയില്ല. പുള്ളി പറഞ്ഞു, ആ സ്ഥലം എന്ന് വിറ്റ് പോകുന്നു അന്നേ ആ സ്ഥലം പൈസ നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. ആ സ്ഥലം ഒരിക്കലും വിറ്റ് പോകത്തില്ല, കാരണം ഒരു ചെങ്കുത്തായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലം ഒരു 50 സെൻറ്റാണ്. നമുക്ക് വീടൊന്നും പണിയാൻ പറ്റത്തില്ല, അതൊരു എന്താ പറയണ്ടേ, ഒരു ഉപകാരമില്ലാത്തൊരു സ്ഥലമായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയുടെ 3ാമത്തെ നിയോഗമായിട്ട് ഇത് എഴുതി വെച്ചിരുന്നു. അമ്മേ, 12 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ പൈസ തിരിച്ച് കിട്ടത്തില്ല, ആ പൈസ പോയതുപോലെ തന്നെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ്, അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് തന്നെ ഞാൻ അതിൽ എഴുതി വെച്ചു. ദൈവകൃപയാൽ 2024 ഞങ്ങൾക്ക് ആ 10 ലക്ഷം രൂപയും തിരിച്ചു കിട്ടി. ആദ്യം 5 ലക്ഷം രൂപയുടെ ചെക്ക് തന്നു, അതിനുശേഷം പുള്ളി 5 ലക്ഷം രൂപയുടെ തന്നു. അങ്ങനെ 10 ലക്ഷവും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. 4ാമതായിട്ട് ഞാൻ വെച്ചിരുന്ന നിയോഗം, എൻ്റെ മകൻ 12ാം ക്ലാസ് പാസ്സായതിനു ശേഷം എഞ്ചിനീയറിങ്ങിന് പോകണോ മെഡിസിന് പോകണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇല്ലായിരുന്നു. ഇന്ന് പറയും ഞാൻ എന്നാൽ എഞ്ചിനീയറിങ്ങിന് പോകുകയാണെന്ന്. അത് കഴിഞ്ഞപ്പോൾ അല്ല എഞ്ചിനീയറിംഗ് പോകുന്നത് മെഡിസിന് പോവുകയാണ്, അല്ലെ പറയും ഞാൻ വിദേശത്ത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാൻ മകനോട് പറഞ്ഞു, മോനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, മാതാവ് ഒരു വഴി തെളിച്ചു തരും. അങ്ങനെ അവൻ ഇവിടെ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എഞ്ചിനീയറിങ്ങിന് പോകാൻ അഡ്മിഷൻ എടുക്കുന്ന തലേ ദിവസം അവൻ പറഞ്ഞു, അമ്മ ഞാൻ എഞ്ചിനീയറിങ്ങിന് പോകുന്നില്ല. അവൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, പപ്പ ഞാൻ എഞ്ചിനീയറിങ്ങിന് പോകുന്നില്ല, ഞാൻ നീറ്റ് പഠിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ അവൻ നീറ്റ് പഠിച്ച് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ 2024 സെപ്റ്റംബർ ബാച്ച് ജോയിൻ ചെയ്തു. 5ാമത് വെച്ച നിയോഗം, എനിക്ക് 3 ആമക്കളാണ്. ഇതെൻ്റെ 3ാമത്തെ മോനാണ്. ഈ മോൻ ജനിച്ചപ്പം മുതൽ 24 ദിവസം ആയപ്പം മുതൽ ഇവൻ ദേഹത്തെല്ലാം ഇങ്ങനെ ചൊറിഞ്ഞ് തടുപ്പ് വരാൻ തുടങ്ങി. ഈ തടുപ്പ് 2 കാലിനും 2 കൈക്കും കഴുത്തിനും
മുഖത്തുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പല ഡോക്ടർമാരെ കാണിച്ചു, ഒത്തിരി മരുന്ന് ചെയ്തു. അവർ പറഞ്ഞു എക്സിമയാണ്, കുഞ്ഞ് 10-12 വയസ്സായി കഴിയുമ്പോൾ ഇത് മാറിക്കോളും, തന്നെ മാറുമെന്ന് പറഞ്ഞു. എല്ലാ മാസവും ഇവന് കോർട്ടിക്കോസ്റ്റീറോയിഡ് കൊടുക്കും. പിന്നെ ചൊറിഞ്ഞ് ഒത്തിരി കാലാവസ്ഥയൊക്കെ തണുപ്പൊക്കെ ആകുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് കൂടും. രാത്രി മൊത്തം എഴുന്നേറ്റ് പറയും, പപ്പ കാലേ ചൊറി, അമ്മ കയ്യെ ചൊറി, ഞാൻ മുഖത്ത് ചൊറി. അങ്ങനെ കൊച്ചിന് ഉറങ്ങാനേ പറ്റുന്നില്ലായിരുന്നു, ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഇനിമേ ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ നിയോഗമാത്തിൽ എഴുതി വെച്ചു, ദൈവകൃപയാൽ അവൻ്റെ രോഗം പൂർണ്ണമായിട്ട് മാറുകയും അവൻ്റെ സ്കിന്ന് വളരെ ഹാർഡ് സ്കിന്നായിരുന്നു, പലവിധമായ ഓയിൻമെൻറ്റ് പുരട്ടിയതിന് കാരണം അത് മാറി നല്ല നോർമൽ സ്കിൻ ആവുകയും ചെയ്തു. മകൻ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ കൂടെ, മാതാവിനോട് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട്. അടുത്തതായി ഞാൻ വെച്ചിരുന്ന നിയോഗം, അത് ശരിക്കും ഞാൻ നിയോഗമായിട്ട് വെക്കാൻ വന്നതുമല്ല, നിയോഗമായിട്ട് 6ാമത്തെ നിയോഗമായിട്ട് ഞാൻ വേറെ ഒരെണ്ണമാണ്. ശരിക്കും എൻ്റെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ വന്ന്, കുടുംബത്തിൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് എഴുതണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ശരിക്കും പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്നത്. പക്ഷേ ഇവിടെ വന്ന് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഞാൻ 2003 ഖത്തറിൽ പോയി ജോയിൻ ചെയ്തതാണ്. എന്നിട്ട് 2023 ഞാൻ ലോക്കൽ കോൺട്രാക്റ്റ് ആയിരുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്പോൺസർഷിപ്പിലായിരുന്നു. അപ്പോൾ അത് ഓവർസീസായിട്ട് മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് ഒത്തിരി ബെനിഫിറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഏകദേശം 1.5 ലക്ഷത്തോളം രൂപയുടെ ശമ്പള വർധന വരുമായിരുന്നു. കാരണം ഞങ്ങൾക്ക് വീടിൻ്റെ പൈസ, എൻ്റെ ടിക്കറ്റ്, പിള്ളേരുടെ ടിക്കറ്റ്, അങ്ങനെ ഒത്തിരി വ്യതിയാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച്, മാതാവേ കൂട്ടത്തിലുള്ള എല്ലാവരും തന്നെ ഓവർസീസ്, ഞാൻ ലോക്കലായിട്ട് വർക്ക് ചെയ്യുന്നു, ഞങ്ങളെല്ലാവരും ഒരേ ജോലിയാണ് ചെയ്യുന്നത്, മാതാവിന് ഇഷ്ടമാണെങ്കിൽ മാത്രം എൻ്റെ കോൺട്രാക്റ്റ് ഒന്ന് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, 2024 മാർച്ച് 23 എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, അവിടെ നിന്നും എനിക്ക് പേപ്പർ കിട്ടി, എൻ്റെ കോൺട്രാക്റ്റ് ലോക്കൽ മാറി ഓവർസീസ് ആയിട്ടെന്നാണ്. മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിതമായ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് കിട്ടിയ കൃപാസനം പത്രം ഞാൻ എൻ്റെ ഇടവകയിലെ എല്ലാവർക്കും മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ പത്രവും കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്ന കാരണം ഞങ്ങൾക്കറിയാമല്ലോ ആരാ പാവപ്പെട്ടവരെന്നൊക്കെ. അപ്പം പാവപ്പെട്ടവരൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ മരുന്ന് വാങ്ങിക്കാനുള്ള പൈസയും അതുപോലെ തന്നെ നമ്മൾ കണ്ടറിഞ്ഞ് എല്ലാവർക്കും സഹായം ചെയ്യുമായിരുന്നു. ആർക്കെങ്കിലുമൊക്കെ വിശക്കുന്നതെന്ന് പറഞ്ഞാൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ശമ്പളത്തിൻ്റെ 10% ഞങ്ങൾ അർഹിക്കുന്നവർക്ക് പല വിധത്തിലുള്ള സഹായങ്ങളായിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ അവിടെ വർഷത്തിൽ എല്ലാ മാസത്തിലും 2ാമത്തെ തിങ്കളാഴ്ച ഞങ്ങൾക്ക് ജയിൽ വിസിറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങളുടെ ഇടവകയിൽ നിന്നും ദൈവം എനിക്ക് അതിനുള്ള കൃപ കിട്ടി. ഞങ്ങൾ 3 മലയാളി നേഴ്സുമാർ അവിടെ പോവുകയും ജയിലിലുള്ളവർക്ക് അവർക്ക് വേണ്ട പ്രാർത്ഥനകളും സഹായങ്ങളും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിലെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ പേര് സാൻജോസ്. എനിക്കിപ്പം 18 വയസ്സായി. ഞാനുണ്ടായി ഓർമ്മ വെച്ച മുതലേ എനിക്ക് അലർജി ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ അവർ പറഞ്ഞു, മോന് 7 വയസ്സാകുമ്പോൾ പോവും. 7 വയസ്സാകുമ്പോൾ പോയില്ല. അപ്പം പിന്നെ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞു 10 വയസ്സാകുമ്പോൾ പോവും. 10 വയസ്സായപ്പം പോയി കണ്ടു, അവർ പറഞ്ഞു പോകുന്നില്ല. അവർ പറഞ്ഞു അത് സമയമെടുക്കും മാറാൻ. അങ്ങനെ പറഞ്ഞു കൂടുന്നു, വർഷങ്ങൾ പോകുന്നതിനനുസരിച്ച് ഇത് കൂടുന്നു എന്നല്ലാണ്ട് കുറയുന്നൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പം മമ്മി കൃപാസനത്തിൽ വന്നു, ഒരു നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിച്ചു. അത് വീട്ടിൽ പിന്നെ ഞങ്ങൾ ഖത്തറിലാണ്, ഞങ്ങൾ ഫുൾ ഫാമിലിയായിട്ട് ഖത്തറിലാണ്. അപ്പം മമ്മി ഖത്തറിലോട്ട് എണ്ണയൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പം കാലിലൊക്കെ തേച്ച് മേത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് 2023 വന്ന് എടുത്തത്. 24 ആയപ്പോഴത്തേനും കംപ്ലീറ്റ് അലർജി പോയി, പാടും പോയി, സ്കിന്ന് കുറേ മുറിഞ്ഞപ്പോൾ അത് റഫാകുമായിരുന്നു. റഫായ സ്കിന്നെല്ലാം പോയി, നോർമൽ ക്ലിയർ സ്കിന്നായി. അത് കഴിഞ്ഞപ്പം ഈ വർഷം ഞാൻ വന്ന് ഉടമ്പടി ഇവിടെ എടുത്തു. അപ്പം ഞങ്ങൾ ഉടമ്പടീൻ്റെ എല്ലാ പ്രാർത്ഥനകളും രാവിലെ എഴുന്നേറ്റ് ചെല്ലുന്നുണ്ട്, എൻ്റെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ ജപമാല കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളും ഞങ്ങൾ ആരെയൊക്കെ വിശ്വാസ ജീവിതം നയിക്കാതെ കണ്ടാലും ഞങ്ങൾ അവരുടെ വീട്ടിൽ പോവുകയും പേഴ്സണലായിട്ട് തന്നെ അവരുടെ മാതാവിനെക്കുറിച്ചും ഇപ്പം മാതാവ് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും കൃപാസന മാതാവിനെക്കുറിച്ച് പ്രത്യേകം ഞങ്ങൾ വളരെ ഉത്സാഹത്തോടെ പറയാറുണ്ട്. എൻ്റെ പേര് ആൻമരിയ ജോസ് എന്നാണ്. ഞാൻ വരുന്നത് ചേർത്തലയിൽ നിന്നാണ്. 2023 മെയ് മാസമാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അന്നാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുന്നതും. 2023 ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ കറക്റ്റായിട്ടത് പാലിക്കാതിരുന്നതിനാൽ എനിക്ക് കിട്ടേണ്ട അനുഗ്രഹം താമസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എക്സാം എഴുതിയിട്ടും ഞാൻ പാസ്സായില്ല. 2024 സെപ്റ്റംബറിലാണ് ഞാൻ ആദ്യത്തെ 2 മൊഡ്യൂൾ പാസ്സാവുന്നത്. അത് കഴിഞ്ഞിട്ട് കുറേ താമസം വന്നതിനാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ജർമ്മനിക്ക് കയറിപ്പോയി. ഞാൻ മാത്രം ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും എൻ്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ഒന്നുകൂടി ഡേറ്റ് എടുത്ത് എക്സാം എഴുതി. ജനുവരിയിൽ എക്സാം എഴുതി, ഫെബ്രുവരി റിസൾട്ട് വന്നു, അതും പാസ്സായി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇൻടേക്ക് വരുന്നത് മാർച്ചിലും സെപ്റ്റംബറിലുമാണ്.
ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ഇൻടേക്ക് തന്നെ കയറിപ്പോകാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്കിലും മാർച്ച് ഇൻടേക്ക് കടന്നുപോയി എനിക്ക് ആ ഇൻടേക്കിൽ പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് സങ്കടവും നിരാശയപ്പെട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് ഇത്രയും പ്രാർത്ഥിച്ചൊന്നും വെറുതെ ആവില്ലല്ലോ, എന്തായാലും ഉടമ്പടി എടുത്തല്ലേ, മാതാവ് കൈവിടത്തില്ല എന്ന് ഞാനിങ്ങനെ വിചാരിച്ച് പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും 3 മണി നേരത്ത് കൊന്ത ചെല്ലാൻ തുടങ്ങി. ഞാനും വീട്ടിലുള്ള എല്ലാവരും കൂടെ ഇരുന്ന് കൊന്ത ചെല്ലുമായിരുന്നു, നിയോഗം സമർപ്പിച്ച് കൊന്ത ചെല്ലുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു ജൂൺ മാസം 20-ാം തീയതി എനിക്ക് എൻ്റെ മെയിൽ ചെക്ക് ചെയ്യണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടായി. ഞാൻ നോക്കിയപ്പോൾ ജർമ്മനിയിലെ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു കോൺട്രാക്റ്റ് വന്ന് കിടക്കുന്നു. നോർമലി ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് നമുക്ക് കോൺട്രാക്റ്റ് വരാറുള്ളത്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് ഒരു കോൺട്രാക്റ്റ് വന്ന് കിടക്കുന്നു. ഞാൻ നേരെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അച്ഛൻ വിളിച്ച് കോൺടാക്ട് ചെയ്തു. അച്ഛൻ പറഞ്ഞു അത് എങ്ങനെയോ നിനക്ക് കിട്ടിയതാണ്, എന്തായാലും നീ സൈൻ ചെയ്ത് അയക്കാൻ പറഞ്ഞു. ഞാൻ സൈൻ ചെയ്ത് അയച്ചു. ഇൻ്റർവ്യൂ ഒന്നും കഴിയാതെ എങ്ങനെ കോൺട്രാക്റ്റ് ഒന്നും എനിക്കറിയില്ല. എന്തായാലും മാതാവിൻ്റെ അത്ഭുതം തന്നെയാണ്. ഞാൻ അത്ര ശക്തമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു, എത്രയും പെട്ടെന്ന് എനിക്ക് പോകണം എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ കോൺട്രാക്റ്റ് ഒന്നും എല്ലാം ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്രതിസന്ധി എന്ന് പറയുന്നത് വിസ കിട്ടുക എന്നുള്ളതായിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ വിസ കിട്ടാൻ നല്ല പാടാണ്. വിസയ്ക്ക് ഡേറ്റ് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജൂണിൽ കോൺട്രാക്റ്റ് കിട്ടി എനിക്ക് ജൂലൈ ആയി, ഓഗസ്റ്റ് ആയി, എന്നിട്ടും വിസയ്ക്ക് ഡേറ്റ് കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ചു ഉത്തര അത്ഭുതം പ്രവർത്തിച്ചിട്ട് മാതാവ് ഇനി കൈവിടുമോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ നിരാശപ്പെട്ടിരുന്നു. എങ്കിലും ഞാൻ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവും വരുത്തിയില്ല, പിന്നെയും പ്രാർത്ഥന ശക്തി കൂട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ഏജൻറ്റിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ വരുന്ന അനീറ്റ എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് എന്നെക്കാളും കുറച്ച് വിശ്വാസം കുറവാണ്, എങ്കിലും ഞാൻ അവളോടും പറയുമായിരുന്നു ഏതായാലും നീയും കൂടെ പോയി ഉടമ്പടി എടുക്ക് എന്ന് പറഞ്ഞ് ഞാൻ അവളോട് പറയുമായിരുന്നു. അപ്പോൾ അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ രണ്ടുപേരും ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നേരെ ജർമ്മൻ കോൺസുലേറ്റ് ബാംഗ്ലൂരിലോട്ട് പോവുക, അവിടെ ചെന്ന് നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി, അവർ ഹെൽപ്പ് ചെയ്യും എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളൊന്നും നോക്കിയില്ല. പിറ്റേ ദിവസം ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തു. ഞാനും അനീറ്റയും കൂടെ ജർമ്മൻ കോൺസുലേറ്റ് ബാംഗ്ലൂരിൽ പോയി. ഉടമ്പടി തൈലവും ഉപ്പ് കാശ് രൂപ എല്ലാം ആയിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ എന്താകുമെന്ന് ഒരു ഉറപ്പുമില്ല. ഇങ്ങനെയൊക്കെ ആരും പോയതായിട്ട് എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല, ഇങ്ങനെ കോൺസുലേറ്റിൽ പോകാമെന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ നേരെ ജർമ്മൻ കോൺസുലേറ്റ് ബാംഗ്ലൂരിൽ ചെന്നു. അവിടെ ചെന്ന് ഉപ്പ് ഞങ്ങൾ പുറത്ത് വിതറി, തൈലം ഞങ്ങൾ നെറ്റിയിൽ കുരിശ് വരച്ച്, കാശ് രൂപ എല്ലാം ഞങ്ങൾ കയ്യിൽ മുറുക്കി പിടിച്ച് അവിടെ നിന്നു. അവിടെ നിന്ന് നേരെ അവിടെ നോക്കിയപ്പോഴത്തേക്കും ജർമ്മൻ കോൺസുലേറ്റ് ഉള്ളിൽ നിന്നൊരു ഓഫീസർ ഇറങ്ങി വന്നു. ഓഫീസർ ഞങ്ങളോട് പറഞ്ഞു എന്താ കാര്യമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് സെപ്റ്റംബറിൽ പോകേണ്ടതാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അകത്തോട്ട് വിളിക്കും എന്ന് പറഞ്ഞു. എന്ത് അത്ഭുതമെന്ന് അറിയത്തില്ല, ഞങ്ങൾ അകത്തോട്ട് വിളിച്ചു. ഞങ്ങൾ നേരെ ചെന്ന് അവിടെ ചെന്നപ്പോൾ ഒരു മാഡം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, ഇങ്ങനെ വരാൻ പറ്റത്തില്ല എന്ന് അറിയാവുന്നതല്ലേ, നമ്മൾ കുറേ വഴക്കിട്ടു, എങ്കിലും ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടി ഞങ്ങൾ കാശ് രൂപവും കയ്യിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് കോൺടാക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ സെപ്റ്റംബർ 18-ാം തീയതി ഞങ്ങളവിടെ കോൺസുലേറ്റിൽ നിന്ന് ഇറങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നാളെ ബാംഗ്ലൂരിൽ തന്നെ 11 മണിക്കാണ് വിസ സബ്മിഷൻ്റെ സമയമെന്ന് പറഞ്ഞു. ഞങ്ങൾ കറക്റ്റ് അങ്ങനെ അവിടെ ഞങ്ങൾ താമസിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ കാശ് രൂപവും എല്ലാം ആയിട്ട് 11 മണിക്ക് ബാംഗ്ലൂർ കോൺസുലേറ്റിൽ വിസ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി, ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നു. അത് കഴിഞ്ഞ് സബ്മിഷൻ എല്ലാം കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നേരെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു സമയമില്ല. 18-ാം തീയതിയാണ് ഞങ്ങൾക്ക് സബ്മിഷൻ കഴിഞ്ഞത്. 30-ാം തീയതി ഞങ്ങളോട് ഹോസ്പിറ്റലിൽ ചെന്നില്ലെങ്കിൽ പിന്നെ വരണ്ടെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്. വേറൊരു വഴിയില്ലാതിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അമ്മ അതാവ് ഇവിടം വരെ എത്തിച്ചതല്ലേ, ഇനി കൈവിടത്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ വീടിന് ചുറ്റും ഞാനും അമ്മയും വിശ്വാസപ്രമാണം ചൊല്ലി വീടിന് ചുറ്റും എല്ലാ ദിവസവും രാത്രി പ്രാർത്ഥിക്കുമായിരുന്നു. വീടിന് മേലുള്ള ബന്ധനം അഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും വിശ്വാസപ്രമാണം ചൊല്ലി രാത്രിയിൽ ആരും കാണാതെ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മെയിൽ വന്നു, നിങ്ങളുടെ വിസ ഡോക്യുമെൻറ്റ്സ് ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞിട്ട്. ഇന്നലെയാണ് ഞങ്ങൾക്ക് ആ മെയിൽ വന്നത്. സെപ്റ്റംബർ 29-ാം തീയതി തിങ്കളാഴ്ച ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾക്ക് ജർമ്മനിക്ക് പോകണം. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. ഞാൻ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോകും, ഓട്ടോ സ്റ്റാൻഡിൽ കൊടുക്കും, ഞങ്ങളെ അവിടെയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആരും സഹായിക്കാനില്ലാതെ ഉള്ളൊരു വ്യക്തിയെ ഞങ്ങളെപ്പോഴും ഭക്ഷണ സാധനങ്ങളെല്ലാം വാങ്ങി എല്ലാ മാസവും കൊണ്ടുപോയി ഞങ്ങൾ സഹായിക്കുമായിരുന്നു. രോഗികളെ കാണാൻ പോകും, അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ വിശ്വാസം കൂടുതലും വർദ്ധിക്കുന്ന കൂടാതെ
ഓരോ തടസ്സത്തിലും എങ്ങനെ നമുക്ക് തരണം ചെയ്യാന്നുള്ള ഒരു ആത്മബോധം കൂടെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു ചെയ്തു. ഞങ്ങൾക്ക് ഈ ഒരു അത്ഭുതത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായത് എന്ത് പ്രതിസന്ധി വന്നാലും മാതാവ് കൈവിടത്തില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഈ ഒരു അത്ഭുതത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ എൻ്റെ കുടുംബത്തിനും എൻ്റെ മകൾക്കും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. തിരുക്കുമാരനും നന്ദി പറയുന്നു.